ഹലോ, ഇന്ന് നമ്മൾ സേമിയ വെച്ചിട്ടുള്ളൊരു കസ്റ്റാർഡാണ് തയ്യാറാക്കുന്നത്. ഈ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണാണ്. അപ്പോൾ അതിന് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇത് കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 250 ml ഗ്ലാസ്സാണ്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സേമിയാണ് ചേർക്കുന്നത്. റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി അല്ലാത്ത സേമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. സേമിയ ഒരു പകുതി വേവായി കഴിയുമ്പോഴേക്കും നമുക്കിതിന് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഒരു 5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ സ്പൂണിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ട താമസമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഇതിലേക്ക് ഇടുവാണെങ്കിൽ കട്ടയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിപ്പോൾ വെള്ളത്തിലാണ് കലക്കിയെടുത്തത്. അതല്ലെങ്കിൽ പാലിനാണെങ്കിലും നമുക്കിതുപോലെ കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിയുള്ളതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓറഞ്ചൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ആപ്പിള്, അതുപോലെ ചെറുപഴം, പിന്നെ മാതളം, പിന്നെ മുന്തിരിങ്ങ, അത് കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടങ്ങിട്ട് ഇളക്കണ്ട, വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോവും. അപ്പം ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കസ്റ്റാർഡാണ് കേട്ടോ. ഈ ചൂട് കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഞാനിപ്പോൾ 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ, അതുപോലെ ബദാം രണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി വേണമെങ്കിൽ നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഹണി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.